അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 30 മുതൽ 40 കൂടിയുള്ള 11 ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സാദരം ഭക്തിപൂർവം സമർപ്പിക്കുന്നു. സപത്നൈഗരളം ദത്തം സപത്ന്യാ നൃപഭാര്യയാ ഗർഭനാശാർത്ഥമുദ്ദിശ്യ പുരൈതദ്വൈ മയാ ശ്രുതം. ജാതസ്തു ബാലക പശ്ചാൽ ദേഹേ വിഷയുത കില തേനാസൗ സഗരോ നാമ വിഖ്യാതോ ഭുവി മണ്ഡലേ. ജീവമാനോധ ഭർത്താവൈ കൈകേയ്യാ നൃപഭാര്യയാ രാമ പ്രവ്രാജിതോ ജ്യേഷ്ഠോ മൃതോ ദശരഥോ നൃപ. മന്ത്രിണസ്ത്വവശാ കാമം യേ മേ പുത്രം സുദർശനം രാജാനം കർത്തുകാമാ വൈ യുധാജിത് വശഗാശ്ച തേ. ന മേ ഭ്രാതാ തഥാ ശൂരോ യോ മാം ബന്ധാൽ പ്രമോചയേൽ മഹൽ കഷ്ടം ച സംപ്രാപ്തം മയാ വൈ ദൈവയോഗത. ഉദ്യമ സർവധാ കാര്യ
സിദ്ധിർദൈവാദ്ധിജായത്തെ ഉപായം പുത്രരക്ഷാർത്ഥം കരോമ്യദ്യ ത്വരാന്വിതാം. ഇതി സഞ്ചിന്യ സാ ബാല വിദല്ലം ചാതിമാനിനം നിപുണം സർവകാര്യേഷു ചിന്യം മന്ത്രിവരോത്തമം. സമാഹൂയ തമേകാന്തേ പ്രോവാച ബഹുദുഃഖിതാ ഗൃഹീത്വാ ബാലകം ഹസ്തേ രുദതി ദീനമാനസാ. പിതാ മേ നിഹതഃ സംഖ്യേ പുത്രോയം ബാലകസ്തഥാ യുധാജിൽ ബലവാൻ രാജാ കിം വിധേയം വദസ്വ മേ. താമുവാച വിദല്ലോസൗ നാത്ര സ്ഥാതവ്യമേവ ച ഗമിഷ്യാമോ വനേ കാമം വാരാണസ്യാ പുനഃ കില. തത്ര മേ മാതുലഃ ശ്രീമാൻ വർത്തത്തെ ബലവത്തരാ സുബാഹുരിതി വിഖ്യാതോ രക്ഷിതാ സ ഭവിഷ്യതി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ശ്രീ മഹാസരസ്വത്यै നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായം. അതിൽ 30-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങൾ, ആ 11 ശ്ലോകങ്ങളെ ഇവിടെ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ നതോന്നതാവൃത്തത്തിൽ പാടി അമ്മയുടെ, ആ ജഗജ്ജനനിയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പണ്ടൊരിക്കൽ ഗർഭിണിയാം സപത്നിക്കു വിഷമേകി രാജഭാര്യ എന്ന കഥയും പ്രസിദ്ധം താൻ. വിഷം കഴിച്ചുവെന്നാലും കുഞ്ഞിനൊന്നും പറ്റിയില്ല. വിഷത്തോടെ പിറന്നവൻ സഗരനായി. ഭർത്താവു ജീവിച്ചിരിക്കെ കൈകേയിയോ രാഘവനെ കാട്ടിലയച്ചു. ദശരഥനും മരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മമ പുത്രനെ രാജാവായി കാണാൻ മോഹിച്ചവർ പോലും മാർഗം കാണാതെ യുധാജിത്തിന്റെ പക്ഷമായി. സങ്കടമോചനത്തിനായി സഹോദരന്മാരുമില്ല. ഭാഗ്യദോഷിയായ ഞാനും കഷ്ടത്തിലായി. എന്തായാലും യത്നിക്കുക, ഫലവും ലഭിക്കും നൂനം. പുത്രരക്ഷയ്ക്കുള്ള ഉപായവും കണ്ടെത്തും.
അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇത്തരത്തിൽ ചിന്തിച്ചവൾ സമർത്ഥനും ശ്രേഷ്ഠനുമാം വിദല്ലനാം മന്ത്രി പുങ്കവനെ ഓർമ്മിച്ചു. മന്ത്രിയെ രഹസ്യമായി വിളിച്ചു വരുത്തിയവൾ മകൻ തൻ്റെ കൈ പിടിച്ചു കരഞ്ഞു ചൊല്ലി, അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു, മകനോ ചെറുബാലകൻ, യുധാജിത്തോ ശക്തിമാനും, എന്തു ചെയ്യേണ്ടു? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വിദല്ലനോ പറഞ്ഞപ്പോൾ ഉടനെ ഈ സ്ഥലം വിടാം, വാരാണസിക്കടുത്തുള്ള വനത്തിൽ പോകാം. അവിടെയൻ മാതുലനാം സുബാഹു വസിക്കുന്നുണ്ട്, അത്യന്തം ശക്തൻ അദ്ദേഹം നമ്മെ രക്ഷിക്കും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 30-ാമത്തെ ശ്ലോകം മുതൽ 40 കൂടിയുള്ള ശ്ലോകങ്ങൾ, ആ 11 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടിയതും ഇപ്പതാ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ആ അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുന്ന ശ്ലോകത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ആരംഭിക്കാം. ഇന്ന് ഈ അക്ഷരപൂജയുടെ 241-ാമത്തെ ദിവസം കൂടിയാണ്. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം, ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ, വീഴുന്നു ജ്ഞാനംബികേ, വീഴുന്നു മൂകാംബികേ. ഇവിടെ തൻ്റെ അച്ഛനായ വീരസേനൻ കൂടി മരിച്ചപ്പോൾ എന്തു ചെയ്യണം എന്ന് അറിയാതെ പകച്ചുപോയ അദ്ദേഹത്തിൻ്റെ പുത്രിയും നേരത്തെ സിംഹത്തിൻ്റെ ആക്രമണത്തിൽ മരിച്ച ധ്രുവസന്ധിയുടെ ഭാര്യയുമായ മനോരമ,
ആകെ പരിഭ്രമിച്ചു. ആ വിഷമത്തിൽ തൻ്റെ മകനെയും തന്നെയും കാരാഗ്രഹത്തിലടയ്ക്കും, ഒരുപക്ഷെ കൊല്ലുക തന്നെ ചെയ്യും എന്നൊക്കെ തോന്നി യുധാജിത്ത്. അപ്പം അതുകൊണ്ട് ആ മനോരമ ആലോചിക്കുകയാണ്, സപത്നീ ഗരളം ദത്തം സപത്ന്യാ നൃപഭാര്യയ ഗർഭനാശാർത്ഥമുദ്ദിശ്യ പുരൈ തദ്വൈ മയാശ്രുതം. മയാശ്രുതം, ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? പണ്ടൊരിക്കൽ സപത്നിയുടെ ഗർഭം നശിപ്പിക്കാനായി രാജഭാര്യയായ മറ്റൊരു സപത്നി വിഷം കൊടുത്തു എന്ന്. അത് ഭാഗവതത്തിൽ നമുക്ക് ആ രംഗം കാണാൻ സാധിക്കും. സഗരൻ്റെ കഥ പറയുന്ന സമയത്താണ്, അല്ലെങ്കിൽ സഗര രാജാവിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോഴാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സഗരൻ എന്ന് പേരുണ്ടായത്. ഔർവൻ എന്ന മഹർഷിയുടെ അനുഗ്രഹം കൊണ്ടാണ് അവിടെ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഈ ഗരത്തോടുകൂടി ജനിക്കേണ്ടി വന്നത് എന്നൊക്കെ കഥ കേൾക്കാം. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ജാതസ്തു ബാലക പശ്ചാൽ ദേഹേ വിഷയുതക്കില തേനാസൗ സഗരോ നാമ വിഖ്യാതോ ഭുവി മണ്ഡലെ. ആ വിഷം കഴിച്ചിട്ടും ഗർഭസ്ഥ ശിശുവിന് മരണം ഉണ്ടായില്ല. പിന്നീട് പിറന്നപ്പോൾ വിഷം ബാധിച്ചവനായിരുന്നു, വിഷയുത. എന്നിട്ടോ തേനാസൗ സഗരോ നാമ, ഗരത്താൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട്, ഗരത്തോടുകൂടി ജനിച്ചു എന്നുള്ളത് കൊണ്ട് സഗരൻ എന്ന് പേര്. അദ്ദേഹം വിഖ്യാതോ ഭുവിമണ്ഡലേ, ഈ ഭൂമിയിൽ വളരെ വിഖ്യാതനായി തീർന്നു. ജീവമാനോധ ഭർത്താവൈ കൈകേയ്യാ നൃപഭാര്യയാ. മറ്റൊരു കാര്യം കൂടി ഓർക്കുകയാണ് ഈ മനോരമ. എന്താണ്? ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ രാജപത്നിയായിരിക്കുന്ന കൈകേയി, മറ്റൊരു സപത്നി അല്ലേ? അവിടെ കൈകേയി കൗസല്യയുടെ സപത്നിയാണ്. അപ്പോൾ ആ കൈകേയിയുടെ പുത്രനെ, ജ്യേഷ്ഠപുത്രനായ രാമനെ വനവാസത്തിന് അയച്ചു. ആരാത്? അത് കൈകേയി. അപ്പോൾ കൗസല്യാപുത്രനായ രാമനെ വനവാസത്തിന് അയച്ചു. അതുകൊണ്ട് തന്നെ എന്തുണ്ടായി? രാമപ്രവ്രാജിതോ ജ്യേഷ്ഠോ മൃതോ ദശരഥോ നൃപ. അതുകൊണ്ട് തന്നെ ആ ദശരഥ രാജാവ് മരിക്കുകയും ചെയ്തു. അപ്പം ഇതൊക്കെ ലോകത്ത് നടക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യണം. നോക്കൂ, എൻ്റെ പുത്രനായ സുദർശനൻ, ജന്മം കൊണ്ട് മൂത്തവൻ അവൻ തന്നെയാണ്. പക്ഷെ പറയണു അവന് ബുദ്ധിയില്ല, ബലമില്ല എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ വന്നപ്പോൾ മന്ത്രിണ സ്ത്വവശാകാമം ഏമേ പുത്രം സുദർശനം. ആരൊക്കെ എൻ്റെ മകൻ സുദർശനൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ചുവോ ആ മന്ത്രിമാർ പോലും രാജാനം കർത്തുകാമാവൈ, അങ്ങനെയാണെങ്കിൽ പോലും യുധാജിത് വശകാശ്ചത്തെ, അവരും മറ്റു മാർഗമൊന്നുമില്ലാതെ യുധാജിത്തിൻ്റെ പക്ഷത്തായി. ഇപ്പം അവരെന്താ പറയണത്? ശത്രുജിത്തിനെ രാജാവാക്കണം എന്ന് പറയുന്നു. നമേ ഭ്രാത തഥാശൂരോ യോ മാം ബന്ധാൽ പ്രമോചയേ മഹൽ കഷ്ടം ച സംപ്രാപ്തം മയാവൈ ദൈവയോഗത. ആ യോഗം കൊണ്ട്, ഭാഗ്യദോഷം കൊണ്ട് എന്തായി? ഞാൻ വലിയ കഷ്ടത്തിൽ പെട്ടു. നമേ ഭ്രാത തഥാശൂരോ, എന്നെ ഈ സങ്കടത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, ഈ ബന്ധങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിവുള്ള ശൂരന്മാരായ വീരന്മാരായ സഹോദരന്മാര് ആരും എനിക്കില്ല. ഉദ്യമ സർവഥാ കാര്യ സിദ്ധിർദൈവാധിജായത്തെ. പക്ഷേ എന്തായാലും ഏതു പ്രകാരത്തിലും നമ്മൾ പ്രയത്നിക്കുക തന്നെ വേണം. ഭാഗ്യമനുസരിച്ച് നമുക്ക് ഫലം ലഭിക്കും. ഉപായം പുത്രരക്ഷാർത്ഥം കരോമ്യദ്യത്വരാന്വിത. ഒട്ടും തന്നെ താമസിക്കാതെ ഞാൻ എന്തു ചെയ്യണം? എൻ്റെ മകനെ രക്ഷിക്കാനുള്ള ഉപായം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതി സഞ്ചിന്യ സാബാല വിദല്ലം ചാതിമാനിനം നിപുണം സർവകാര്യേഷു ചിന്യം മന്ത്രിവരോത്തമം. ഇങ്ങനെ വിചാരിച്ചിട്ട് ആ പെൺകുട്ടി മനോരമ വിദല്ലൻ എന്ന മന്ത്രിവരോത്തമനായിരിക്കുന്ന, മന്ത്രിമാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന, ബഹുമാന്യനായിരിക്കുന്ന, അതിമാനിനം നിപുണം, ആ നൈപുണ്യമുള്ള, എല്ലാ കാര്യങ്ങളിലും സമർത്ഥനായിരിക്കുന്ന, വളരെ ശ്രേഷ്ഠനായ വിദല്ലനെ ഓർമ്മിച്ചു എന്ന് പറയുന്നു. സർവകാര്യേഷു ചിന്യം
മന്ത്രിവരോത്തമം. അങ്ങനെ ചിന്തിച്ചു. സമാഹൂയ തമേകാന്തേ പ്രോവാച ബഹുദുഃഖിത. ആ മന്ത്രിയെ രഹസ്യമായിട്ട് വിളിച്ച് കുട്ടിയെ ആ കൈക്ക് ഇങ്ങനെ പിടിച്ച് ഗൃഹീത്വാ ബാലകം ഹസ്തേ രുദതി ദീനമാനസ. വളരെ ദുഃഖിച്ച അവള് മകന്റെ കയ്യും പിടിച്ച് ആ മന്ത്രിയുടെ മുമ്പിൽ കരയാനായിട്ട് തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? പിതാമേ നിഹത സംഖ്യേ പുത്രോയം ബാലകസ്തഥാ. എൻ്റെ അച്ഛൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, എൻ്റെ മകനോ ചെറിയ കുട്ടിയാണ്. യുധാജിത് ബലവാൻ രാജ. യുധാജിത്തോ വളരെ ബലശാലിയായിരിക്കുന്ന രാജാവാണ്. കിം വിധേയം വദസ്വ മേ. ഞാൻ എന്തു ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു തരൂ. താമുവാച വിദല്ലോസൗ നാത്ര സ്ഥാതവ്യമേവ ച. എന്താ പറഞ്ഞത്? ആദ്യം തന്നെ പറഞ്ഞത് വിദല്ലൻ അവളോട് പറഞ്ഞത്, ഇവിടെ ഇനി താമസിക്കുകയേ വേണ്ട. ഇവിടെ താമസിക്കാതെ ഇവിടുന്ന് പോകണം. എന്ന് വെച്ചാൽ വളരെ വേഗം പോണം. ഗമിഷ്യാമോ വനേ കാമം വാരാണസ്യ പുനഃക്കില. നമുക്കിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് പോകണം? വാരാണസിക്കടുത്തുള്ള വനത്തിലേക്ക് പോകാം. അവിടെ പോയാലോ? തത്ര മേ മാതുല ശ്രീമാൻ വർത്തത്തെ ബലവത്തര സുബാഹുരിതി വിഖ്യാതോ രക്ഷിത സാ ഭവിഷ്യതി. അവിടെ വനത്തിലേക്ക് പോയാൽ അവിടെ സുബാഹു എന്ന് പ്രസിദ്ധനായ എൻ്റെ അമ്മാമൻ അവിടെയുണ്ട്. തത്രമേ മാതുലഹ, എൻ്റെ അമ്മാമൻ അവിടെയുണ്ട്. ശ്രീമാനാണ്, വളരെ ബലശാലിയാണ് അദ്ദേഹം, അതിശക്തനാണ് അദ്ദേഹം. രക്ഷിത സ ഭവിഷ്യതി, നമ്മുടെ രക്ഷിതാവായിട്ട് ആ സുബാഹു തീരും. അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ, ഇവിടെ താമസിക്കാതെ നമ്മൾ മറ്റൊരിടം തേടി പോകുകയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് വിദല്ലൻ എന്ന ആ മന്ത്രിശ്രേഷ്ഠൻ തൻ്റെ മുമ്പിലുള്ള രാജപത്നിയായിരിക്കുന്ന തൻ്റെ രാജാവിൻ്റെ ധർമ്മപത്നിയായ മനോരമയോട് പറയുന്നിടത്താണ് ആ 40ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ശരണം. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.